നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പ്രധാനമായിട്ടും ഗോഡൗൺ എന്നുള്ള സെക്ഷനാണ്. അതായത് ഗോഡൗൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കൺസേണിൽ തന്നെ പല രീതിയിൽ അതായത് സ്റ്റോക്ക് പല രീതിയിൽ അവർ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പം നോർമലി മാനുഫാക്ചറിങ് ഡിപ്പാർട്ട്മെൻറ്റ്, സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ്, പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ്, ഇങ്ങനെ പല ഡിപ്പാർട്ട്മെൻറ്റുകളായിട്ട് അവർ തരംതിരിക്കും. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ ഡിസ്ട്രിബ്യൂഷനൊക്കെ ചെയ്യുന്ന കമ്പനീസ് ആണെങ്കിൽ മേ ബി അവർ പല ജില്ലകളിലായിട്ട് അല്ലെങ്കിൽ പല ജില്ലകളിലായിട്ട് ചിലപ്പോൾ ഗോഡൗൺസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഓരോ ഏരിയ വൈസ് അവർ ഗോഡൗൺ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. കാരണം ഗോഡൗൺ മീൻസ് വേറെ ഒന്നുമല്ല, അവർ പ്രധാനമായിട്ടും സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്യുന്ന അതിനെയാണ് നമ്മൾ എന്താ പറയുക, ആ ഒരു ഏരിയയാണ് നമ്മൾ ഗോഡൗൺ എന്നുള്ള ടൈം കൊണ്ട് നമ്മൾ മീൻ ചെയ്യാം. അപ്പോൾ ഇവിടെ ഗോഡൗൺ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് പ്രധാനമായിട്ടും നമുക്ക് എങ്ങനെയാണ് ടാലിയിൽ ഗോഡൗൺ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നുള്ളത് നമുക്കിവിടെ നോക്കാം. ഓക്കെ, അത് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇവിടുന്ന് F11 ഫീച്ചേഴ്സ് എന്നുള്ള കീ യൂസ് ചെയ്യാം. അതിൽ ഇൻവെൻട്രി ഫീച്ചർ എന്നുള്ള ടോപ്പിക് സെലക്ട് ചെയ്യുക. ഇൻവെൻട്രി ഫീച്ചർ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് ഈ സ്റ്റോറേജ് ആൻഡ് ക്ലാസിഫിക്കേഷൻ എന്നുള്ള സെക്ഷൻ അപ്ലൈ ചെയ്യുക. സ്റ്റോറേജ് ആൻഡ് ക്ലാസിഫിക്കേഷൻ അതിൽ മെയിൻറ്റെയിൻ മൾട്ടിപ്പിൾ ഗോഡൗൺ എസ് ആയിട്ട് ഡിക്ലെയർ ചെയ്യുക. മെയിൻറ്റെയിൻ മൾട്ടിപ്പിൾ ഗോഡൗൺ എസ് ചെയ്യുക. അതിൽ നമുക്ക് സ്റ്റോക്ക് കാറ്റഗറി എന്നുള്ള ഓപ്ഷൻ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഐറ്റം ക്രിയേഷനിൽ ഞാൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് എന്താണ് കാറ്റഗറി, എന്താണ് കൊടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ കാറ്റഗറി കൂടി ഇവിടെ എസ് ആയിട്ട് ഡിക്ലെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് കൺട്രോൾ എ കൊടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഈ സെക്ഷൻ നമുക്ക് ഇവിടെ സേവ് ചെയ്യാം. ഇത് സേവ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് നോക്കാം, നമുക്ക് എസ്കേപ്പ് ചെയ്യാം. എസ്കേപ്പ് ചെയ്തതിന് ശേഷം ഇവിടുന്ന് ഇൻവെൻട്രി ഇൻഫർമേഷൻ അപ്ലൈ ചെയ്യുക. ഇൻവെൻട്രി ഇൻഫർമേഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഗ്രൂപ്പ്, കാറ്റഗറി, സ്റ്റോക്ക് ഐറ്റംസ്, യൂണിറ്റ് ഓഫ് മെഷർ, അത് കഴിഞ്ഞ് നമുക്കുണ്ട് എക്സ്ട്രാ ഒരു സെക്ഷൻ ഇവിടെ അവൈലബിൾ ആകും ഗോഡൗൺ എന്നുള്ളത്. ഇതിൽ കാറ്റഗറി എന്നുള്ള സെക്ഷൻ നമ്മളിപ്പോൾ എനേബിൾ ചെയ്തുകൊണ്ട് മാത്രം വന്നിട്ടുള്ളതാണ്. അല്ലെങ്കിൽ ഇവിടെ ഗ്രൂപ്പ്, സ്റ്റോക്ക് ഐറ്റം, യൂണിറ്റ് ഓഫ് മെഷർ അങ്ങനെ ആയിരിക്കും വരിക. അപ്പോൾ ഇവിടെ രണ്ട് സെക്ഷൻ നമുക്ക് എക്സ്ട്രാ കൊണ്ടുവന്നിട്ടുണ്ട്, ഒന്ന് കാറ്റഗറി എന്നുള്ളതും ഒന്ന് ഗോഡൗൺ എന്നുള്ളതും. ഓക്കെ, ഇതിൽ ഞാൻ ആദ്യം ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് ഗോഡൗൺ എന്നുള്ളതാണ്. അതിൽ ഗോഡൗൺ നമ്മൾ ചെയ്താലും ചെയ്തിട്ടില്ലെങ്കിലും അത് നമ്മൾ നോർമലി സ്റ്റോർ ചെയ്യുന്ന എല്ലാ ഐറ്റംസും മെയിൻ ലൊക്കേഷൻ എന്നൊരു ഗോഡൗണിലായിരിക്കും ഓട്ടോമാറ്റിക്കലി സിസ്റ്റം സ്റ്റോർ ചെയ്യുക. അത് നമുക്ക് ഗോഡൗൺ സെലക്ട് ചെയ്യാം. ഇവിടെ നമുക്ക് ഡിസ്പ്ലേ എടുത്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. കണ്ടോ, ഇവിടെ മെയിൻ ലൊക്കേഷൻ എന്നൊരു സെക്ഷൻ ഉണ്ട്. അതായത് നമ്മൾ ഇപ്പോൾ നേരത്തെ കൂട്ടിയിട്ട് കുറച്ച് സ്റ്റോക്കായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നീടാണ് നമ്മൾ ഗോഡൗൺ എനേബിൾ ചെയ്യണമെങ്കിൽ അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഏതിലുണ്ടായിരിക്കും, ഈ കാണുന്ന മെയിൻ ലൊക്കേഷനിലായിരിക്കും നമുക്ക് എന്ത് ചെയ്യാം ഓൾറെഡി ഇവിടെ സ്റ്റോർഡ് ആയിട്ടുണ്ടാവും. ഓക്കെ, അതല്ല നമുക്ക് നമ്മുടേതായിട്ടുള്ള ഗോഡൗൺ വേണമെങ്കിൽ നിങ്ങൾക്ക് ഏത് സെലക്ട് ഇവിടുന്ന് ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷൻ നമുക്ക് എന്ത് ചെയ്യാം സെലക്ട് ചെയ്യാം. എൻ്റർ കീ നമുക്കവിടെ പ്രസ് ചെയ്യാം. ഓക്കെ, ഇതിൽ ഞാനിവിടെ അപ്ലൈ ചെയ്യുന്ന ഈ കാണുന്ന സെക്ഷനിൽ ഇപ്പോൾ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്നൊരു പേര് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിന് കൊടുത്തിട്ടുണ്ട്. അണ്ടർ ഇവിടെ പ്രൈമറി ആയിട്ട് ഞാനിവിടെ ഡിക്ലെയർ ചെയ്യുന്നുണ്ട്. then ഇത് എൻ്റർ അടിച്ച് നമുക്കൊന്ന് അക്സെപ്റ്റ് ചെയ്യാം. അതേപോലെ തന്നെ ഇവിടുന്ന് പർച്ചേസ് ആണെങ്കിൽ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ്. ഓക്കെ, അതേപോലെ തന്നെ മാനുഫാക്ചറിങ്, ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ സ്ഥലത്തിൻ്റെ പേര് വേണമെങ്കിൽ കൊടുക്കാം. ജസ്റ്റ് ഞാനിപ്പോൾ തൃശ്ശൂർ ഒരു സ്ഥലത്തിൻ്റെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എൻ്റർ അടിച്ച് നമുക്കിവിടെ അക്സെപ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ 4 ഗോഡൗൺ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എസ്കേപ്പ് ചെയ്യാം. എസ്കേപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടുന്ന് ഗ്രൂപ്പ് സെലക്ട് ചെയ്യാം. ഇവിടുന്ന് എൻ്റർ ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷൻ നമുക്ക് യൂസ് ചെയ്യാം. ഗ്രൂപ്പിൻ്റെ പേര് ഞാൻ ജസ്റ്റ് ഇപ്പോൾ സിമ്പിളായിട്ട് ഇപ്പോൾ മൊബൈൽ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്ലൈ ചെയ്യാം. എൻ്റർ അടിച്ച് നമുക്ക് ഇവിടുന്ന് അക്സെപ്റ്റ് ചെയ്യാം. എസ്കേപ്പ് ചെയ്യാം. ഇവിടുന്ന് സ്റ്റോക്ക് കാറ്റഗറി സെലക്ട് ചെയ്യാം. ക്രിയേറ്റ് അപ്ലൈ ചെയ്യാം. നോക്കിയ എന്നൊരു കമ്പനിയുടെ പേര് കൊടുത്തിട്ടുണ്ട്. അക്സെപ്റ്റ് ചെയ്യാം. ഇതൊക്കെ എത്ര എണ്ണം വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ നിങ്ങൾക്ക് എടുത്തു തരുന്നതുകൊണ്ട് സിമ്പിളായിട്ട് ഓരോന്ന് മാത്രമേ ചെയ്യുന്നുള്ളൂ മാത്രം. യൂണിറ്റ് ഓഫ് മെഷർ സെലക്ട് ചെയ്യുക. ക്രിയേറ്റ് സെലക്ട് ചെയ്യാം. ഇവിടെ ടൈപ്പ് എന്നുള്ളത് സിമ്പിൾ എന്നുള്ളത് സെലക്ട് ചെയ്യുക. അറിയാലോ, സിമ്പിൾ ഉണ്ട്, കോമ്പൗണ്ട് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഞാൻ അപ്ലൈ ചെയ്യുന്നത് സിമ്പിളാണ്. സിമ്പിൾ സെലക്ട് ചെയ്യാം. എൻ്റർ അടിക്കുക. സിമ്പിൾ എന്നുള്ളവിടെ നമുക്ക് ഓൾറെഡി NOS എന്ന് കൊടുക്കാം. ഫോർമൽ നെയിം ഇവിടെ നമ്പറായിട്ട് ഡിക്ലെയർ ചെയ്യാം. എൻ്റർ അടിച്ച് അക്സെപ്റ്റ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് എസ്കേപ്പ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു, കാറ്റഗറി ക്രിയേറ്റ് ചെയ്തു, ഗോഡൗൺ ക്രിയേറ്റ് ചെയ്തു, യൂണിറ്റ് ഓഫ് മെഷർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ സ്റ്റോക്ക് ഐറ്റം സെലക്ട് ചെയ്യാം. ഇവിടുന്ന് ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷൻ ചെയ്യാം, സെലക്ട് ചെയ്യുക. ഇതിൽ ഐറ്റത്തിൻ്റെ പേര് ഇവിടെ ജസ്റ്റ് ഇപ്പോൾ 85 എന്ന് പറഞ്ഞിട്ടൊരു മോഡൽ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് മൊബൈലിൻ്റെ. എൻ്റർ അടിക്കാം. ഇവിടെ കമ്പനി നമുക്ക് ഗ്രൂപ്പ് നമുക്ക് ചോദിക്കും. മൊബൈൽ ആണെങ്കിൽ മൊബൈൽ, കമ്പനി നോക്കിയ ആണെങ്കിൽ നോക്കിയ സെലക്ട് ചെയ്യാം. യൂണിറ്റ് ഓഫ് മെഷർ ഇവിടുന്ന് NOS ആയിട്ട് ഡിക്ലെയർ ചെയ്യും. ഓക്കെ, ഇനി അത് കഴിഞ്ഞ് നമ്മൾ ക്വാണ്ടിറ്റി എത്ര യൂണിറ്റ് നമ്മുടെ കയ്യിലുണ്ട് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ ഗോഡൗൺ ചോദിക്കും. അതായത് ഏത് സ്ഥലത്താണ് നിങ്ങളത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് എന്നുള്ള ഇൻഫർമേഷൻ ആയിരിക്കും സിസ്റ്റം ഓൾറെഡി ചോദിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഗോഡൗൺ ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത് സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ നമുക്ക് ഒന്നിലധികം ഗോഡൗണിലേക്ക് വേണമെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇവിടെ സെലക്ട് ചെയ്തു. ക്വാണ്ടിറ്റി 100 യൂണിറ്റ് റൈറ്റ് ഓൾറെഡി ഞാൻ 5000 റുപ്പീസ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. എൻ്റർ അടിക്കാം. ഇങ്ങനെ വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. പക്ഷേ നമ്മൾ 2 ഗോഡൗണിലേക്ക് സ്പ്ലിറ്റ് ചെയ്യണം. ഇവിടെ ക്വാണ്ടിറ്റി നമുക്ക് റെഡ്യൂസ് ചെയ്യണം. കാരണം നമ്മൾ കൊടുത്തിട്ടുള്ള അവിടെ 100 യൂണിറ്റ് കൊടുത്തിട്ടുള്ളൂ.
അത് കഴിഞ്ഞാൽ കണ്ടോ ബാക്കി അടുത്ത ഗോഡൗണിലേക്ക് നമുക്ക് വേണ്ടി കൊണ്ടുവരാം. പക്ഷേ ഞാനിപ്പോൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ നോർമലി 100 യൂണിറ്റ് ഞാൻ ഏതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, ഈ കാണുന്ന സെക്ഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്, സെയിൽസ് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇതിന് എൻട്രി അടിച്ച് നമുക്ക് ഇതിൻ്റെ മോൾഡ് ഇവിടെ അക്സെപ്റ്റ് ചെയ്യാം. ഓക്കെ, ഇത് അക്സെപ്റ്റ് ചെയ്ത് അപ്പോൾ നമ്മൾ വേറെ ഒന്നുമല്ല ഇവിടെ ചെയ്തിട്ടുള്ള കാര്യം വെച്ചാൽ ഒരു ഐറ്റം നമ്മൾ ക്രിയേറ്റ് ചെയ്താൽ അതിൽ ക്വാണ്ടിറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് ഗോഡൗൺ എന്ത് ചെയ്യാം, ഇതുമായിട്ട് കണക്ട് ചെയ്യാം. അത് ഏത് ഗോഡൗണിലാണ് ഓപ്പണിംഗ് ബാലൻസ് എന്നുള്ളത് ആ ഗോഡൗൺ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് എൻട്രി അടിച്ച് നമുക്ക് ഇവിടെ അക്സെപ്റ്റ് ചെയ്യാം. ഇത് അക്സെപ്റ്റ് ചെയ്തതിന് ശേഷം എസ്കേപ്പ് ചെയ്യാം. ഇവിടുന്ന് ഈ കാണുന്ന സെക്ഷൻ അത് അക്കൗണ്ട്സ് ഇൻഫർമേഷൻ സെലക്ട് ചെയ്യുക. അക്കൗണ്ട്സ് ഇൻഫർമേഷൻ അതിൽ ലെഡ്ജർ സെലക്ട് ചെയ്യുക, ക്രിയേറ്റ് സെലക്ട് ചെയ്യാം. ഇതിൽ സെയിൽസ് അണ്ടർ സെയിൽസ് അക്കൗണ്ട്സ് അക്സെപ്റ്റ് ചെയ്യാം. പർച്ചേസ് അണ്ടർ പർച്ചേസ് അക്കൗണ്ട്സ് അക്സെപ്റ്റ് ചെയ്യാം. നമുക്ക് ക്യാഷ് അക്കൗണ്ട് ഒന്ന് ഓൾട്ടർ ചെയ്യാം, കാരണം ക്യാഷിൽ ഞാൻ ബാലൻസ് കൊടുത്തിട്ടില്ല, പാർട്ടി ഒന്നും ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നില്ല തൽക്കാലം. അപ്പോൾ ഞാനിവിടെ ക്യാഷ് അക്കൗണ്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ക്യാഷിലൊരു 50,000 റുപ്പീസ് ഞാൻ ഓൾറെഡി ഇവിടെ ബാലൻസ് കൊടുത്തിട്ടുണ്ട്. അക്സെപ്റ്റ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് എസ്കേപ്പ് ചെയ്യാം. ഇവിടുന്ന് അക്കൗണ്ടിങ് വൗച്ചർ സെലക്ട് ചെയ്യാം. അക്കൗണ്ടിങ് വൗച്ചർ അതിൽ F8 സെയിൽസ് സെലക്ട് ചെയ്യാം. F8 സെയിൽസ്. ഇവിടെ നമ്മൾ സ്റ്റോക്ക് ഐറ്റം നമ്മൾ ഓൾറെഡി കണക്റ്റഡ് ആണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള എൻട്രീസ് നമ്മൾ പാസ് ചെയ്യുന്ന സമയത്ത് ജേണൽ ഫോർമാറ്റിൽ നിന്ന് നമ്മൾ ഇൻവോയ്സ് മോഡിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, സോ F11 ഫീച്ചേഴ്സ് നമുക്ക് അപ്ലൈ ചെയ്യാം. അതിൽ ഇവിടുന്ന് ഈ കാണുന്ന സെക്ഷൻ F2 ഇൻവെൻട്രി ഫീച്ചർ അപ്ലൈ ചെയ്യാം. F2 ഇൻവെൻട്രി ഫീച്ചർ എടുക്കാം. അതിൽ ഇവിടുന്ന് ഈ കാണുന്ന സെക്ഷൻ എനേബിൾ ഇൻവോയ്സിങ് എസ് ആയിട്ട് ഡിക്ലെയർ ചെയ്യാം. അതേപോലെ തന്നെ റെക്കോർഡ് പർച്ചേസ് ഇൻവോയ്സ് ഫോർമാറ്റ് എന്നുള്ള ഓപ്ഷൻ എസ് ആയിട്ട് ഡിക്ലെയർ ചെയ്യാം. കൺട്രോൾ A കൊടുത്ത് നമുക്കിവിടെ സേവ് ചെയ്യാം. എന്നിട്ട് ഇവിടെ നമുക്കുണ്ട് ആസ് ഇൻവോയ്സ് കൺട്രോൾ V എന്നുള്ള കീ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വൗച്ചർ ഇപ്പോൾ കോൺട്രി ഏതെങ്കിലും ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വീണ്ടും സെയിൽസ് എടുത്ത് കഴിഞ്ഞാൽ കണ്ടോ റിഫ്രഷ് ആക്കിയിട്ട് അങ്ങനെയും വരും. അപ്പോൾ നമുക്ക് 2-3 മെത്തേഡ് ചെയ്യാം. ഒന്നുകിൽ കൺട്രോൾ V യൂസ് ചെയ്യാം, അല്ലെങ്കിൽ കീബോർഡ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ മൗസ് ഉപയോഗിച്ചോ വേണമെങ്കിൽ സ്ക്രീൻ എന്ത് ചെയ്താൽ മതി, റിഫ്രഷ് ചെയ്താലും മതി. ഓക്കെ, ഇവിടെ സെയിൽസ് അക്കൗണ്ട് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് പാർട്ടിയുടെ പേര് ക്യാഷ് സെയിൽസ് ആണ് നമ്മൾ ചെയ്യുന്നത്. ക്യാഷ് സെയിൽസ് അക്കൗണ്ട് നമുക്ക് അപ്ലൈ ചെയ്യാം. നെയിം ഓഫ് ഐറ്റം ഏത് ഐറ്റം എന്ന് വെച്ചാൽ ഐറ്റം നമുക്ക് നെയിം സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കണ്ടോ എക്സ്ട്രാ ഒരു സെക്ഷൻ നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആവും, ഗോഡൗൺ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഗോഡൗൺ നമുക്ക് അവൈലബിൾ ആയി കഴിഞ്ഞാൽ ഇവിടുന്ന് സ്പേസ് ബാർ യൂസ് ചെയ്യുക. ഏത് ഗോഡൗണിലാണോ പ്രോഡക്റ്റ് ഉള്ളത് ആ ഗോഡൗൺ വേണം നമ്മൾ സെയിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ സെലക്ട് ചെയ്യാൻ. ഓക്കെ, കാരണം ഇതെല്ലാം ബ്ലാങ്ക് ആണ്. ഇതിലൊക്കെ നമ്മൾ സെലക്ട് ചെയ്യാൻ നെഗറ്റീവ് സ്റ്റോക്ക് ആയിരിക്കും കാണിക്കുക. ഇല്ലാത്ത അതായത് യൂണിറ്റ് ഇല്ലാത്ത ഓപ്പണിംഗ് ബാലൻസ് ഇല്ലാത്ത ഏതെങ്കിലും ഒരു ഗോഡൗൺ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അവിടെ നെഗറ്റീവ് ബാലൻസ് ആയിരിക്കും കാണിക്കുക. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഏത് സെലക്ട് ചെയ്യാം, നമുക്കിപ്പോൾ ക്വാണ്ടിറ്റി ഉള്ള ഒരു ഗോഡൗൺ ഞാൻ ഇവിടുന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട്. എൻ്റർ കീ നമുക്ക് പ്രസ് ചെയ്യാം. ക്വാണ്ടിറ്റി 10 യൂണിറ്റാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. എൻട്രി അടിക്കാം. റേറ്റ് നമുക്ക് ഓൾറെഡി എത്ര വെച്ചാൽ നമ്മൾ കൊടുത്തിട്ട് ഇപ്പോൾ ഞാൻ 5,000 ആണ് കൊടുത്തിട്ടുള്ളത്. 5,000 ഇവിടെ കൊടുക്കാം. എൻ്റർ കീ പ്രസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ടോട്ടൽ ഉണ്ടോ ആ എമൗണ്ട് അവിടെ വന്നിട്ടുണ്ടാകും. എൻട്രി അടിക്കാം. ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടുന്ന് സെയിൽ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എൻട്രി അടിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് അക്സെപ്റ്റ് ചെയ്യാം. അത് കഴിഞ്ഞതിന് ശേഷം ഇനി അടുത്തത് F9 പർച്ചേസ് എന്നുള്ള വൗച്ചർ ഇവിടുന്ന് സെലക്ട് ചെയ്യാം. ഇതിൽ നമുക്ക് വീണ്ടും ഞാനിവിടെ പാർട്ടിയുടെ പേര് ഇവിടെ കൊടുത്തിട്ട് ക്യാഷ് കൊടുത്തിട്ടുണ്ട്. പർച്ചേസ് ലെഡ്ജർ നെയിം ഓഫ് ഐറ്റം ഏത് ഐറ്റം വെച്ചാൽ ഐറ്റം നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാം. ഇവിടെ ഗോഡൗൺ കണ്ടോ എക്സ്ട്രാ നമുക്ക് വീണ്ടും ഇവിടെ ചോദിക്കും. അപ്പോൾ സപ്പോസ് നമ്മൾ വാങ്ങിക്കുന്ന ഐറ്റം ഇതേ ഗോഡൗൺ തന്നെയാണ് സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഗോഡൗൺ ഇത് സെലക്ട് ചെയ്യും. ഓക്കെ, ഇനി അതല്ല നമ്മളിപ്പോൾ വാങ്ങിക്കുന്ന ഐറ്റം നമ്മൾ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഏത് സെലക്ട് ചെയ്യാം, പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് സെലക്ട് ചെയ്യാം. ക്വാണ്ടിറ്റി ഇപ്പോൾ 25 നമ്പേഴ്സാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ 25 നമ്പേഴ്സ് നമുക്ക് ഇവിടെ കൊടുക്കാം. അതിൻ്റെ റേറ്റ് എത്രയെന്ന് വെച്ചാൽ 5,000 ആണെങ്കിൽ 5,000 ഓട്ടോമാറ്റിക്കലി ഇവിടെ വന്നോളൂ. അല്ലെങ്കിൽ ചേഞ്ചിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. ദെൻ എൻട്രി അടിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഓൾറെഡി ഇവിടെ അക്സെപ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എൻട്രി അടിക്കാം. എൻട്രി അടിച്ച് നമുക്ക് എന്ത് ചെയ്യാം, അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക ഒന്നുകൂടി, അതായത് നമ്മളിവിടെ ഐറ്റം കണക്ട് ചെയ്യാം. ഏത് ഗോഡൗണിലേക്കാണോ നമ്മൾ വാങ്ങുന്ന ആ ഗോഡൗണിൻ്റെ പേര് നമ്മൾ ഇവിടുന്ന് കണക്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ക്വാണ്ടിറ്റി നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ റേറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. എൻട്രി അടിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഇവിടുന്ന് അക്സെപ്റ്റ് ചെയ്യാം. അപ്പോൾ ഇത് അക്സെപ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ വീണ്ടും സെയിൽസ് വൗച്ചർ സെലക്ട് ചെയ്യുക. എൻട്രി അടിച്ച് അക്സെപ്റ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് വീണ്ടും ഏതെടുക്കാം, സെയിൽസ് വൗച്ചർ സെലക്ട് ചെയ്യാം. അവിടെ പാർട്ടിയുടെ പേര് ക്യാഷ് ആണ്, ക്യാഷ് സെയിൽസ് ലെഡ്ജർ നെയിം ഓഫ് ഐറ്റം ഏത് ഐറ്റം ഐറ്റം നമുക്ക് സെലക്ട് ചെയ്യാം. ദെൻ ഇവിടെ സ്പേസ് ബാർ യൂസ് ചെയ്യാം. സോ നിങ്ങൾക്ക് ഇവിടെ കണ്ടോ 2 ഗോഡൗൺ ഉണ്ടാവും. അത് ഒന്ന് പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ്, 2 സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ എവിടെയാണോ നമുക്ക് ഏത് ഗോഡൗണിൽ നിന്നാണോ നമ്മൾ സെയിൽ ചെയ്യുന്നത് ആ ഗോഡൗൺ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് സെലക്ട് ചെയ്യാം. എന്നിട്ട് മറ്റൊരു സെക്ഷനിലോട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓൾറെഡി പറഞ്ഞ പോലെ അതായത് ഏത് ഗോഡൗൺ വെച്ച് ഗോഡൗൺ നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാം. ദെൻ അതിൻ്റെ ക്വാണ്ടിറ്റി എത്ര യൂണിറ്റ്, 5 യൂണിറ്റ് അതിൻ്റെ റേറ്റ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്തു. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആ ഗോഡൗണിലെ സ്റ്റോക്ക് മാത്രമായിരിക്കും ഇവിടെ മൈനസ് ആവുക. ക്യാഷ് സെലക്ട് ചെയ്യാം, സെയിൽസ് നെയിം ഓഫ് ഐറ്റം ടോട്ടൽ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ റെഡ്യൂസ് ആയിട്ടുണ്ടാവും. എൻട്രി അടിക്കാം. ഇവിടെ സ്പേസ് ബാർ കൊടുക്കുമ്പോൾ കണ്ടോ ആ ഗോഡൗണിലെ ഇൻഫർമേഷൻ മാത്രമായിരിക്കും നമുക്ക് എന്ത് ഓൾറെഡി ഇവിടെ മൈനസ് ആവുകയും ചെയ്തിട്ടുണ്ടാകും. ഓക്കെ, ഇതാണ് മൾട്ടിപ്പിൾ ഗോഡൗൺ എന്നുള്ള ടോപ്പിക്കിൽ നമുക്ക് വരുന്ന കാര്യങ്ങൾ. ഓക്കെ, ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു സെക്ഷൻ കൂടി ഞാൻ എടുത്തുതരാം. ഇൻവെൻട്രി വൗച്ചർ എടുക്കാം. ഇൻവെൻട്രി വൗച്ചറിൽ ഇവിടെ നമുക്ക് ഓൾറെഡി സ്റ്റോക്ക് ജേണൽ എന്ന് പറഞ്ഞ സെക്ഷൻ ഉണ്ട്. സ്റ്റോക്ക് ജേണൽ ഈ കാണുന്ന സെക്ഷൻ. ഓക്കെ, അത് ഇവിടെ ഉണ്ടോ, നമുക്ക് ഈ കാണുന്ന ഫിസിക്കൽ സ്റ്റോക്ക് ഉണ്ട്, ഓൾട്ട് F7 സ്റ്റോക്ക് ജേണൽ ഉണ്ട്. ഓക്കെ, ഈ സ്റ്റോക്ക് ജേണൽ നമ്മൾ മാനുഫാക്ചറിങ് ജേണലായിട്ട് യൂസ് ചെയ്യാറുണ്ട്. അത് ഒരു ക്ലാസ്സിൽ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് മാനുഫാക്ചറിങ് ജേണൽ എന്ത് ചെയ്യാം, ഓൾറെഡി സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പം ഞാൻ എടുക്കുന്ന സ്റ്റോക്ക് ജേണലാണ്. ഈ സ്റ്റോക്ക് ജേണൽ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗോഡൗണിൽ നിന്നും പ്രൊഡക്റ്റ് മറ്റൊരു ഗോഡൗണിലോട്ട് വേണ്ടി നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അതിപ്പോൾ നമുക്കിപ്പോൾ ഓൾറെഡി തൃശ്ശൂരാണ് നമ്മുടെ കയ്യിൽ പ്രൊഡക്റ്റ് ഉള്ളത്, അല്ലെങ്കിൽ ഇപ്പോൾ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് നമുക്ക് പ്രൊഡക്റ്റ് ഉള്ളത്. അതിന് നമുക്ക് മറ്റൊരു ഗോഡൗണിലേക്ക് നമുക്ക് എന്തെങ്കിലും ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ സ്റ്റോക്ക് ജേണൽ നമ്മൾ എടുക്കുന്ന സമയത്ത്
സമയത്ത് ഇവിടെ കണ്ടോ നിങ്ങൾ ട്രാൻസ്ഫർ ഓഫ് മെറ്റീരിയൽ എന്നാണ് ഇവിടെ കാണിക്കാം. ഇവിടെ സോഴ്സ് ഉണ്ട്. സോഴ്സ് മീൻസ് കൺസംഷൻ. അത് നമ്മൾ എന്താ പറയുക സോഴ്സ് നമ്മൾ ഏത് ഗോഡൗൺ ആണ് നമ്മൾ എടുക്കുന്നത് അതിന് ഇൻഫർമേഷൻ. അതുപോലെ ഡെസ്റ്റിനേഷൻ മീൻസ് നമ്മൾ എങ്ങോട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് അതിന് ഇൻഫർമേഷൻ നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഇവിടെ നെയിം ഓഫ് ഐറ്റം ഈ N85 എന്ന് പറയുന്ന ഐറ്റം ഒരു 20 യൂണിറ്റ്, അതായത് നമുക്കിവിടെ നെക്സ്റ്റ് സെക്ഷൻ ഇവിടുന്ന് സ്പേസ് ബാർ നമുക്ക് കൊടുക്കാം, ഗോഡൗണിൻ്റെ സെക്ഷൻ നമുക്ക് വരും. ഈ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഞാനിത് തൃശ്ശൂരിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പോകണം. 20 യൂണിറ്റ് ഞാൻ ഓൾറെഡി അല്ലെങ്കിൽ ഒരു 25 യൂണിറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ പോകണം. സോ ഇവിടുന്ന് അപ്പോൾ സോഴ്സ് എവിടെയാണ് പ്രൊഡക്റ്റ് വെച്ചാൽ ആ ഗോഡൗൺ സെലക്ട് ചെയ്യുക, സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ് സെലക്ട് ചെയ്യുക. എത്ര യൂണിറ്റ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് 25 യൂണിറ്റാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്, അപ്ലൈ ചെയ്യാം. അതിൻ്റെ റേറ്റ് ഇവിടെ പെർ നമ്പേഴ്സ് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിരിക്കും. എൻ്റർ കീ നിങ്ങൾക്ക് ഇവിടെ പ്രസ് ചെയ്യാം. അടുത്ത ഐറ്റം ഉണ്ടെങ്കിൽ അടുത്ത ഐറ്റം നമുക്ക് ഇവിടെ കണക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഒരു ഐറ്റം മാത്രമേ ട്രാൻസ്ഫർ ചെയ്യുന്നുള്ളൂ, കാരണം വെച്ചാൽ ഞാൻ ഒരു ഐറ്റം മാത്രമേ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ. വീണ്ടും എൻ്റർ അടിക്കാം. ഇവിടുന്ന് നെയിം ഓഫ് ഐറ്റം നമുക്ക് അഗൈൻ സ്പേസ് ബാർ യൂസ് ചെയ്യാം. ഇവിടുന്ന് ഏത് ഐറ്റം വെച്ചാൽ ഐറ്റം നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ഡെസ്റ്റിനേഷൻ ചോദിക്കുക, അത് ഏത് ഗോഡൗണിലേക്കാണോ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നതാണ്. അഗൈൻ സ്പേസ് ബാർ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് തൃശ്ശൂരിലോട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് തൃശ്ശൂർ എന്ത് ചെയ്യാം, ഇവിടെ സെലക്ട് ചെയ്യാം. ദെൻ ഇവിടുന്ന് അതിൻ്റെ ക്വാണ്ടിറ്റി എത്ര യൂണിറ്റ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് 25 യൂണിറ്റ് ആണ്. അത് ഒന്നിലധികം ഗോഡൗണിലേക്ക് വേണ്ടി നമുക്ക് അവിടെ അപ്ലൈ ചെയ്യാം. ഞാനിപ്പോൾ ഫുൾ ഒരു ഗോഡൗണിലേക്ക് കൊടുക്കുന്നത് 25 യൂണിറ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്. റേറ്റ് 5000 വെച്ച് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിന് എൻ്റർ കീ അടിച്ച് നമുക്ക് ഓൾറെഡി ഇവിടെ നിയമം സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ മനസ്സിലാക്കാം. സോഴ്സ് എന്നുള്ള സെക്ഷനിൽ ഏത് ഐറ്റമാണോ ഐറ്റം, എവിടെയാണോ പ്രോഡക്റ്റ് ഉള്ളത് ആ ഗോഡൗൺ. ഡെസ്റ്റിനേഷൻ നമ്മൾ കൊടുക്കാം. അതേ സെയിം ഐറ്റം തന്നെ ഇവിടെ എന്ത് ചെയ്യുക, കോൾ ചെയ്യുക. എങ്ങോട്ടാണോ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് അത് നമുക്ക് എന്ത് ചെയ്യാം, ആ ഗോഡൗൺ ഇവിടെ അപ്ലൈ ചെയ്യാം. അതിൻ്റെ ക്വാണ്ടിറ്റി റേറ്റ് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അക്സെപ്റ്റ് ചെയ്യാം. ഇത് അക്സെപ്റ്റ് ചെയ്തതിന് ശേഷം ജസ്റ്റ് നിങ്ങൾ വീണ്ടും N85 സെലക്ട് ചെയ്യുക. എൻ്റർ കീ അടിക്കുക. ഇവിടെ സ്പേസ് ബാർ കൊടുക്കുക. സ്പേസ് ബാർ കൊടുത്ത് നമുക്ക് ഇവിടെ കണ്ടോ ഈ കാണുന്ന സെക്ഷനിൽ കണ്ടോ തൃശ്ശൂരിലോട്ട് എന്തായിരിക്കും അത് 25 യൂണിറ്റ് ഇവിടെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൃത്യമായിട്ടുണ്ട് ഇവിടെ 65 യൂണിറ്റ് ആയിട്ട് ഇവിടുന്ന് റെഡ്യൂസ് ആയിട്ടുണ്ട്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് വേറൊരു കാര്യം വെച്ചാൽ ഇവിടുന്ന് എസ്കേപ്പ് ചെയ്യുക. ഇൻവെൻട്രിയുമായി ബന്ധപ്പെട്ടുള്ള എന്ത് ഇൻഫർമേഷൻ വേണമെങ്കിലും നമുക്ക് ഇവിടുന്ന് ഡിസ്പ്ലേ സെലക്ട് ചെയ്യാം. ഈ കാണുന്ന സെക്ഷൻ ഡിസ്പ്ലേ സെലക്ട് ചെയ്യാം. അവിടെ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് ഇൻവെൻട്രി എന്നൊരു സെക്ഷൻ ഉണ്ട്. ഈ കാണുന്ന സെക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് ഇൻവെൻട്രി. ഇത് നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ഗോഡൗൺ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഗോഡൗൺ വേണ്ടി നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാം. അതിൽ ഏതെല്ലാം ഗോഡൗൺ വേണമെന്നുള്ളത് നമുക്ക് ഓൾറെഡി ഇവിടെ അപ്ലൈ ചെയ്യാം. അതിൻ്റെ ഗോഡൗണിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് വരുന്നുണ്ട്. അതേപോലെ നമുക്ക് കാറ്റഗറി വേണമെങ്കിൽ കാറ്റഗറി, കോസ്റ്റ് എസ്റ്റിമേഷൻ തുടങ്ങിയുള്ള സ്റ്റോക്കിൻ്റെ കൊറി വേണമെങ്കിൽ നമുക്ക് സ്റ്റോക്ക് കൊറി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ കൃത്യമായിട്ട് കണ്ടോ ഇവിടെ നമുക്ക് എന്തായിരിക്കും ഓൾറെഡി അവൈലബിൾ ആവും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രധാനമായിട്ട് നമുക്ക് ഇൻവെൻട്രിയിൽ വരുന്ന ഒരു കാര്യം. അത് മൾട്ടിപ്പിൾ ഗോഡൗൺ എന്നുള്ള ടോപ്പിക് നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള ഈ വീഡിയോ നമ്മൾ മെയിനായിട്ട് കവർ ചെയ്യുന്നത് എന്താണ് ഗോഡൗൺ, ഒരു ഗോഡൗൺ നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അതേപോലെ തന്നെ നമുക്ക് എങ്ങനെയാണ് അതുമായി ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻസ് നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ ഇൻഫർമേഷൻസ്. അതുകൂടാതെ ഒരു എക്സ്ട്രാ സെക്ഷൻ ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇൻവെൻട്രി വൗച്ചറിൽ. നമുക്ക് ഈ പറയുന്ന സെക്ഷനായത് സ്റ്റോക്ക് ജേണൽ എന്നുള്ള സെക്ഷൻ. അപ്പോൾ ഇത് ഉപയോഗിച്ച് നമുക്ക് ഒരു ഗോഡൗണിൽ മറ്റൊരു ഗോഡൗണിലോട്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുകയും ചെയ്യും. ഈ സ്റ്റോക്ക് ജേണൽ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം നമുക്ക് മാനുഫാക്ചറിങ് ചെയ്യുന്നൊരു മേജർ സെക്ഷൻ എടുക്കാനുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ശരിക്കും സ്റ്റോക്ക് ജേണലിൻ്റെ പർപ്പസ് എന്നുള്ളത്. അതിന് മുമ്പ് നമുക്ക് വേറെ 1-2 കാര്യങ്ങൾ കൂടി നമുക്ക് ചെയ്യാനുണ്ട്. കാരണം വൗച്ചറിൻ്റെ ക്രിയേഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എടുക്കാനുണ്ട്. അത് 1 by 1 ആയിട്ട് ഓരോ വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ വ്യക്തമായിട്ട് നോക്കുക. പിന്നെ നിങ്ങൾ എപ്പോഴും സ്റ്റഡി ചെയ്യുന്ന സമയത്ത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ചാപ്റ്റർ വൈസ്, കാരണം ഞാൻ എൻ്റെ തമ്പനിയിൽ കൊടുക്കുന്നുണ്ട് ചാപ്റ്റർ 1 ചാപ്റ്റർ 2 അങ്ങനെ ഞാൻ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ആ ഓർഡറിൽ തന്നെ വേണം വരാനായിട്ട്. കാരണം ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടാലൻ്റ് ഏത് ഭാഗത്ത് എവിടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. പക്ഷേ എന്നിരുന്നാലും നമ്മളിപ്പോഴും പ്രൈമറി സ്റ്റേജിൽ തന്നെയാണ് നിൽക്കുന്നത്. കാരണം ഫീച്ചേഴ്സ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ ആ തമ്പനിയിലെ വീഡിയോ നോക്കിയിട്ട് നിങ്ങൾ അതിൻ്റെ കറക്റ്റ് ഓർഡറിൽ വരിക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, മെസ്സേജ് ചെയ്താൽ മതി. അത് ഞാൻ ക്ലിയർ ചെയ്യാൻ നെക്സ്റ്റ് വീഡിയോ ഞാൻ എന്ത് ചെയ്യാം ഓൾറെഡി പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.